കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് ജില്ലാ കളക്ടറുടെ പ്രതിനിധി സംഘം സന്ദർശിച്ചേക്കും. ജനകീയ സമരത്തെ തുടർന്ന് പ്ലാന്റിന് നൽകിയ അനുമതി മലിനീകരണ നിയന്ത്രണ ബോർഡ് പിൻവലിച്ചിരുന്നു. എന്നാൽ പ്ലാന്റ് അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ച ഉത്തരവിനെ സ്റ്റേ നേടുകയായിരുന്നു. ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാൻ കമ്പനി അധികൃതർ സന്നദ്ധത അറിയിച്ചതായി PK ഫിറോസ് MLA കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സിനോജ് തോമസ് ഉണ്ട് നമുക്കൊപ്പം. സിനോജ്, അപ്പോൾ നിയമ നടപടികളുണ്ട്, ജനകീയ സമരമുണ്ട്, ഇതിൻ്റെ ചർച്ച നടന്നു, ചർച്ചയിൽ പരിഹാരമായി എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ജില്ലാ കളക്ടറുടെ പ്രതിനിധി സംഘം സന്ദർശിക്കുന്നുണ്ട്. അത് എപ്പോഴായിരിക്കും? എന്തൊക്കെ കാര്യങ്ങൾ അവർ കോടതിയെ അറിയിക്കും? ശ്രുതേഷ് ഷിഹാസ്, അതായത് വലിയ ജനകീയ സമരം നടന്ന സ്ഥലമാണ് താമരശ്ശേരി ഫ്രഷ് കട്ട് സ്ഥാപനം. അവിടെ ആ സ്ഥാപനം കത്തിക്കുന്ന ഉൾപ്പെടെ വലിയ വിവാദമായിരുന്നു. അതിന് കേസെടുത്തതും വലിയ വിവാദമായിരുന്നു. അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തന്നെ ഉള്ളിൽ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ മലിനീകരണ നിയന്ത്രണ ബോർഡാണ് അതിന് കൊടുത്ത അനുമതി പിൻവലിച്ചത്. പക്ഷേ അനുമതി പിൻവലിച്ചതിന് ഒരു രാത്രിയുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരുന്നു. കാരണം ഈ ഉദ്യോഗസ്ഥർ അവിടെ നേരിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാതെയാണ് അത് പൂട്ടൽ ഉത്തരവ് നൽകിയത്. അതുകൊണ്ടാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. അവിടെ സ്ഥലത്ത് പോയി പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. അതുപ്രകാരം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ജില്ലാ കളക്ടറുടെയും പ്രതിനിധികൾ ആ പ്ലാന്റ് സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ഈ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ തന്നെ അവിടെ ഈ ജനകീയ സമിതിയും MLA-മാരുടെ കൊടുവള്ളി, ഒപ്പം തന്നെ തിരുവമ്പാടി MLA-മാരുടെ നേതൃത്വത്തിലുള്ള സമരം ചെയ്തിരുന്നു. ആ സമരത്തിന്റെ അവസാനം ആ സ്ഥാപന ഉടമയുമായി താമരശ്ശേരി DYSP നടത്തിയ ചർച്ചയിലാണ് ഈ സ്ഥാപനം അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കാം, അത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാറ്റി സ്ഥാപിക്കാമെന്ന് ഒരു ഏകദേശ ധാരണ എത്തിയിരുന്നു. അതുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചത്. ഈ അറവ് മാലിന്യമായി വരുന്ന വാഹനങ്ങൾ അകത്തോട്ടോ പുറത്തോട്ടോ വിടാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. അതായത് അനുവദിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം ലോഡ് മാലിന്യമാണ് ഈ പ്ലാന്റിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇരുതുള്ളിപ്പുഴയിലേക്ക് മാലിന്യം വരുന്നു. ഒപ്പം തന്നെ വലിയ ദുർഗന്ധം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. നിരവധി ആളുകൾക്ക് രോഗങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ കൂട്ടത്തോടെ സമരത്തിന് ഇറങ്ങിയത്. ഏതായാലും UDF സർക്കാർ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ സ്ഥാപനം പൂട്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ നേതാക്കൾ പറയുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ തന്നെ ഉത്തരവ് ഇറക്കിയില്ല. ഉത്തരവിന് ഒരു രാത്രിയുടെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇടതുപക്ഷം അതൊരു ആയുധമാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയതെന്നും ഇടതുപക്ഷം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പ്ലാന്റ് സന്ദർശിച്ച് എന്താണ് ഈ മാലിന്യ പ്രശ്നമെന്ന് കൃത്യമായ ഒരു മറുപടി കൊടുത്താൽ മാത്രമേ ഈ പ്ലാന്റ് നിയമപരമായി പൂട്ടിക്കാൻ അവിടെ സാധിക്കുകയും ചെയ്യുള്ളൂ. ഷിഹാസ്. ശരി സിനോജ്.